എന്താ മഴ ഈ പെരും മഴയത്ത് ഇങ്ങനെ ഔത്ത് കുത്തിർക്കുമ്പോൾ തേയിലൊക്കെ തിന്നാൻ പൂതിയാവൂലേ. തക്കം കിട്ടിയപ്പോൾ ഒരു കത്തിയായിട്ട് നേരെ ഇറങ്ങിയിട്ടോ പുറത്തുള്ള ബിലാവിൻ്റെ ചോട്ടക്ക്. അതുമാതിരി ഒരു ചക്ക നല്ലോണം മൂത്താട്ട് ഇതേപോലെ അങ്ങനെ പൊട്ടി കയറിയിട്ട് അടിയിൽ. അപ്പോൾ ഒന്ന് ബലിച്ചാട്ട് നമുക്ക് അതിനോണ്ട് എത്തേ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. ഇത് കണ്ട് നിങ്ങൾ നല്ലോണം അങ്ങോട്ട് പൊട്ടി കയറിയിട്ടെ ചോള പുറത്തേക്ക് വിരലെടുത്തേനിട്ടോ. ഇനി ബലിച്ചാതെ ബിലാവിൽ തന്നെ തങ്കരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വെള്ളം കുടിച്ചാട്ട് പിന്നെ ചക്ക അരിപ്പാവട്ടോ. ചക്ക ബലിച്ച നേരെ ഔത്തുണ്ടായ ചാട്ട് ഒരു അരിയാത്തിരുത്താട്ട് ഇതേപോലെ മുറിച്ച് രണ്ട് കണ്ടാക്കിട്ടോ. നല്ലോണം മൂത്ത് വന്നാണ് മഞ്ഞ കളറായിക്കണുണ്ട് ഞങ്ങൾ. ഇത് ചേക്ക് പച്ച തിന്നാനാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. പഞ്ചക്ക ആയതുകൊണ്ട് പോത്താവുമ്പോൾ അതിനകത്രം കോളാരുണ്ടാവില്ല കേട്ടോ. പോത്തുണ്ടെങ്കിൽ ഇങ്ങനെ നൂലഞ്ഞോണ്ട് ഒരു ബ്ലാമ്പിളി പോലായി നിൽക്കുമല്ലോ. അപ്പോൾ ആർക്കും വലിയ ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. പച്ചക്കാണെങ്കിൽ ആപ്പിള് തിന്നണ അരി കേട്ടോ. നല്ല പൊടിയുള്ള ചക്ക കേട്ടത്. ചക്ക മുറിച്ച് അവിടെ വെച്ചപ്പോത്തിന് 4 തലക്കന്ന് ഓരോ കജ്ജ് ഇങ്ങനെ വിരലെടുത്തിട്ട് അതിമക്ക്. പോത്തേന് കോളാരില്ലാത്തതുകൊണ്ട് ആ പച്ചെണ്ണ ഞാൻ മുഴുവനും എത്തിയാട്ട് ഇതേപോലെ എടുത്തിട്ടോ. ഇപ്പം ഫുള്ള് മഴക്കാലും ചീച്ചിലും ഒക്കെ ആയതുകൊണ്ട് നല്ല ഈച്ച ശല്യം ഉണ്ട് കേട്ടോ. നിങ്ങളവിടെ കണ്ട ഈച്ച ഫുള്ള് എത്തിയാട്ട് ഇതേപോലെ ചോള എറിഞ്ഞാട്ട് ഞാൻ കുറച്ച് ഫ്രിഡ്ജ് കയറ്റിയേക്കാന്ന് വിചാരിച്ചതാട്ടോ. അല്ലെങ്കിൽ പിന്നെ നാളേക്ക് പോത്തുണ്ടെങ്കിൽ വലിയ കോളാരുണ്ടാവില്ല കേട്ടോ ഇവിടെ. പിന്നെ ഇങ്ങനെ ഈ ചേർത്തോണ്ട് അവിടെ ഉണ്ടാവും കേട്ടോ. പിന്നെ കുപ്പയെ കൊണ്ടുപോയിടേണ്ടി വരും ബാക്കിയുള്ളത്. അതിന് നല്ല പച്ച മുഴുവൻ വെച്ചേക്ക് ഇരിഞ്ഞിട്ട് തന്നെ കേട്ടോ. എന്നാൽ പിന്നെ കൂട്ടാനെങ്കിലും വെക്കാലോ. ഇത് കണ്ടങ്ങൾ ഇതാണ് കേട്ടോ ബളഞ്ഞീന്മേൽ ഈച്ചോട്ട് എന്നിങ്ങനെ പറയല്ലേ പണ്ടുള്ള ആൾക്കാരൊക്കെ. ചിലവരൊക്കെ കേട്ടേ മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടും കൂടി ചെയ്താളിട്ടോ. അതാണ് നിങ്ങൾ ഈ തത്സമയം കണ്ടുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. ഇപ്പം അങ്ങനെ ചോളം മുഴുവൻ ഇരിയൽ കഴിഞ്ഞിട്ട് പിന്നെ അതൊരു പാത്രത്തിലാക്കി കുറച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടോ. അതിന് കുറച്ചും കൂടെ എടുത്തായിട്ട് ഞാൻ കൂട്ടാൻ വെക്കാനേ ഇനി ആദ്യം വിചാരിച്ചിന്. പിന്നെ വിചാരിച്ച് മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് കറുമുറായിട്ട് തേലും ഉണ്ടാക്കാന്നിട്ടോ. അങ്ങനെ വൈകുന്നേരത്തെ ചായക്ക് കടിക്കും വേണ്ടിയിട്ട് പൊരിച്ചാൽ വിചാരിച്ചിട്ടോ. ചക്കച്ചേക്ക് നീളത്തിൽ എരിഞ്ഞാട്ട് നമ്മൾ പൊരിച്ചതല്ലേ എണ്ണയിൽ മുക്കിയാട്ട് കൂട്ടാഞ്ഞിമാണെ നാളെ ഉണ്ടാക്കുക. കുറച്ചവിടെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരണല്ലോ. അങ്ങനെ ആ ചോളം മുഴുവനും അതിൻ്റെ കുരു ഒഴിവാക്കിയിട്ട് ചേക്ക് നീളത്തിൽ ഇങ്ങനെ എരിഞ്ഞിട്ട് എടുത്തിട്ട് നമ്മളെ പട്ടകത്തി കൊണ്ട് പിന്നെ വേറെ തെക്ക എണ്ണകളെ അടുത്ത അതിലോട്ടൊക്കെ വർത്താനങ്ങൾ എൻ്റെ ടോട്ടോ നിങ്ങളുടെ ഒഴിവാക്കാച്ച കജ്ജില്ല കേട്ടോ. എത്താ പൊടിയില്ല കാണുന്നിടത്തുനിന്ന് മുഴുവൻ ആൾക്കാർക്ക് പറയാനുള്ളത് തന്നെ ടോട്ടോ എന്ന്. എന്നെ കാണുമ്പോൾ തന്നെ ഓരോരുത്തർ ടോട്ടോ എന്നുള്ള ഒച്ചൊക്കെ ഉണ്ടാക്കി പേടിപ്പിച്ചു. പറയുന്നോലെ അവിടെ കുത്തിരുന്ന ഓല തൊള്ള കടിയോളം ഇങ്ങനെ പറഞ്ഞോട്ടെ. ഞാൻ കുറേ നോക്കുന്നുണ്ട് പക്ഷെ ഒഴിവാക്കാനൊന്നും കജ്ജില്ല. എത്തപ്പം ഞാൻ കാട്ടണേ എരിഞ്ഞുണ്ടാക്കണതിൻ്റെ ഇടയിൽ പള്ളയെ പേച്ചുമ്പോൾ ഓരോ ചോള ഞാനിങ്ങനെ തൊള്ളയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. കൂട്ടാനുള്ള എരിയിലാണെങ്കിൽ വേഗം കഴിയുവിനി. പക്ഷേ ഈ എരിച്ചിലിന് കുറച്ച് മനക്കടുണ്ട് കേട്ടോ. അങ്ങനെ ആ ചക്ക മുഴുവൻ ഈ കൊലത്തിൽ നീളത്തിൽ എരിഞ്ഞുണ്ടാക്കിട്ടോ ഞാൻ. ഇത് കണ്ടില്ല നിങ്ങൾ ഈ മട്ടത്തിലാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഇങ്ങനെ എണ്ണയെ മുക്കി പൊരിച്ചാലാട്ടോ. അതിപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ. ചിലപ്പോൾ നിങ്ങളൊക്കെ എന്നെക്കാളും വലിയ പൊരിക്കാരായി വരും. അങ്ങനെ ആ ചക്കക്കുരു മുഴുവനും പിന്നെ ഞാൻ ചേക്ക് അതിൻ്റെ തോലൊളിച്ചാട്ട് എടുത്ത് വെച്ചിട്ടോ. ചക്കക്കുരുവിനോട് ചാറുണ്ടാക്കുക വറക്കുക ചുട്ടുന്ന അതൊക്കെ നമുക്ക് പറ്റും കേട്ടോ. ഏതോ ഒരു നോമ്പിന് കൊറോണൻ്റെ സമയത്ത് തന്നെ നമ്മളെ ചക്കക്കുരു ഷെയ്ക്ക് കഴിഞ്ഞില്ല അന്നത്തെ ട്രെൻഡിങ്. ഇവിടെ പിന്നെ ഷെയ്ക്ക് അടിച്ചാൽ തന്നെ ചിലവാകും കേട്ടോ. ചക്കക്കുരു ചാറച്ചാട്ടും അല്ലാതെയൊക്കെ ആയിട്ട്. പുറത്ത് ഇപ്പോഴും നല്ല ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. ആ മയത്ത് ഇങ്ങനെ ഇത് പൊരിച്ച് തിന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസം വേറെ തന്നെ ആയി വരും കേട്ടോ. അങ്ങനെ അതിക്ക് കുറച്ച് മഞ്ഞപ്പൊടി വെള്ളം കലക്കിട്ടോ. മഞ്ഞപ്പൊടിയും അതിക്ക് കുറച്ച് ഇപ്പൂട്ടായിട്ട് പച്ചവെള്ളമാക്കിയിട്ട് നല്ലോണം കലക്കി വെച്ച് ഒരടുപ്പത്ത് ഉമ്മൻ്റെ ചോറ്റയും കൊടുക്കാൻ ഉണ്ടായിട്ടോ. അപ്പോൾ പിന്നെ ഞാനിപ്പുറത്തെ അടുപ്പ് തിരിച്ചു കൂട്ടി വെളുക്കമ്മ തിരിച്ചെത്തിച്ചാട്ട്. അപ്പോൾ ചിലവർ ചോദിച്ചു ഇപ്പം തന്നെ വെളുക്കമ്മ തിരിച്ചെത്തിച്ചാൻ പോയത് എനിക്ക് ഇപ്പുറത്തെ അടുപ്പ് കടടുത്താൽ പോരേനി ഒന്ന് പോരേനിട്ടോ. വെളുക്കമ്മ തിരിച്ചെത്തിച്ചാട്ട് കൊടുക്കുമ്പോഴായിട്ട് ഒരു രസം ഉണ്ടാവുള്ളൂ വീഡിയോക്കൊക്കെ. അങ്ങനെ ചേർമെന്ന് കുറച്ച് ഓലോടിയും കൂടെ വലിച്ചെടുത്താട്ട് ആ വെളുക്കമ്മയെ കാട്ടിയെടുത്താട്ട് നല്ലോണം കത്തിച്ച് ശരിയാക്കിട്ടോ. അടുപ്പിക്ക് 2 ബെറുങ്കോളിയും വെച്ച് ഇവിടെ ആ തീ മെല്ലെ അതിൻ്റെ ഉള്ളിലേക്കട് കയറ്റി വെച്ച് കൊടുത്തിട്ടോ. ഞാൻ ഒന്ന് കത്തി പിടിച്ച് വരണേട്ടോ നമുക്ക്. അങ്ങനെ തിരിച്ച് നല്ലോണം ബെറുങ്കോളിയുമൊക്കെ കത്തി പിടിച്ച് വന്നപ്പോൾ ഞാൻ ഔത്തോയായിട്ട് ചീഞ്ചട്ടി തേച്ചൊക്കെയായിട്ട് എടുത്തിട്ടുണ്ടോ എന്നിട്ടോ. അവിടെ ചീഞ്ചട്ടി നേരെ അടുപ്പത്തേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ടോ. അടുപ്പിനൊക്കെ ഒരു പുകട്ട് കൂടുതലാണ് കേട്ടോ. ബെറുങ്കോളിക്കൊക്കെ ഒരു കത്താത്ത ശൈലാണ്. എത്താ വെച്ചാൽ ഇപ്പം ഇങ്ങനെ മഴ ചെയ്യല്ലേ. അപ്പം ഇങ്ങനെ തണുത്ത് കോറി നിൽക്കായിരുട്ടെല്ലാം. പുകട്ട് കൂടുതലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഓടക്കോയിലെടുത്തായിട്ട് നല്ല ഊതി കത്തിച്ചിട്ടോ. ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ അതിക്ക് ആ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടോ കുറച്ച്. ഇനി ഓയിലും കൂടി നല്ലോണം ചൂടായി വരണട്ടോ. ഇമ്മപ്പം എൻ്റെ ചോറ് ബന്ധം നോക്കാൻ വേണ്ടിയിട്ട് ബന്ധമുണ്ടായിട്ട് അടുപ്പത്തേക്ക് ചക്ക പൊരിച്ചിടാനും വേണ്ടിയിട്ട് ഞാനവിടെ ഒരു ഓട്ടപാത്രം എടുത്ത് വെച്ചിട്ടോ. ചട്ടി ചൂടായണോ നോക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടി വെള്ളം ഒറ്റിച്ച് കൊടുത്തിട്ടോ. അപ്പം നല്ല ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കണ്ടിട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ ചക്ക അല്ലേ എരിഞ്ഞ് വെച്ച് ആ ചക്ക കുറച്ച് വെച്ച് അങ്ങനെ ഓരോ പൊടി ഭാരി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടേക്ക്. പിന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചതിന് ഇപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടായിട്ടുള്ള വെള്ളമല്ലേ അതും കുറച്ച് വെച്ച് ഒറ്റിച്ച് കൊടുത്തിട്ടേക്ക്. ഞാൻ ചക്ക മുഴുവനും നമ്മൾ എണ്ണയെ കടന്നാട്ട് ഇങ്ങനെ ഞെരിഞ്ഞ് വരണം കേട്ടോ. ഞെരിഞ്ഞിങ്ങനെ കറുമുറായിട്ട് തിന്നുമ്പോൾ ഉള്ള രസം വേറെ തന്നെ കേട്ടോ. പീടിയെന്നൊക്കെ നമ്മൾ ചക്കപ്പൊരി വാങ്ങുമ്പോൾ നല്ലോണം ഞെരിഞ്ഞാട്ട് ഇങ്ങനെ നിൽക്കും. നമ്മളവിടെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഞങ്ങളുടെ ഒലഞ്ഞോണാണ് എത്ത പൊടിയില്ല. അങ്ങനെ ഒലയാതെക്കാനും വേണ്ടിയിട്ട് ഓലത്താക്കണം. നിങ്ങൾക്ക് ആരെങ്കിലും അടിയിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ഇടണേ. ഈ ടോട്ടോ എന്നുള്ള കമൻറ്റ് ഇടുന്ന നേരം കൊണ്ട് അച്ചേക്കത്തെങ്കിലും ഒക്കെ ഇട്ടാലിച്ച് അച്ചേക്കൊക്കെ ഒന്ന് പൊരിച്ചു നോക്കുക കഴിഞ്ഞിട്ടോ. അങ്ങനെ ആദ്യത്തെ കുറച്ചൊന്ന് ഞെരിഞ്ഞാട്ട് കളറൊക്കെ മാറി വന്നപ്പോൾ ഞാൻ ചീഞ്ചട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് കോരി വെച്ചിട്ടോ. ഞാൻ പാത്രത്തിൽ കടന്നിട്ട് കുറച്ചും കൂടി ഒന്ന് ഞെരിഞ്ഞോളൂ കേട്ടോ. അങ്ങനെ അടുത്ത ട്രിപ്പ് ഇട്ടേ 2ാമത്തെ ട്രിപ്പ്. ചക്കക്ക് ചെറുതായിട്ടൊരു പൊരിയമ്മടിയുള്ള മാതിരി ഉണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു പോപ്പ് ആവാൻ നിൽക്കണ ഒരു ചക്ക കഴിഞ്ഞിട്ടോ. ഒരു പുളി ജാതി ചക്ക ഉണ്ടാവില്ലേ അച്ചേക്കത്തെ ചക്ക ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിനിങ്ങനെ ഒരു ഓലിയൽ ഇട്ടോ.
ഒരു ഞെരിഞ്ഞ് കിട്ടാൻ കുറച്ചൊരു മെനക്കെടുണ്ട് കേട്ടോ. ഏതായിട്ടും ഞാൻ കുറേ നേരം അതിമേ കളിച്ച് കുത്തിർന്നിട്ടോ അവിടെ അടുപ്പത്ത് തന്നെ നല്ലോണം തിരിച്ചെത്തിച്ചു കൊടുക്കും, കുറച്ച് എണ്ണ പാർന്ന് കൊടുക്കും, കുറച്ച് മഞ്ഞപ്പൊടിൻ്റെ വെള്ളം പാർന്ന് കൊടുക്കും, ഇച്ചക്കൊക്കെ ആക്കി നോക്കിട്ടോ. പക്ഷെ അതിനൊരു പൊരിയാൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ചക്കൻ്റെ മാഞ്ഞാളം കൊഞ്ചൽ മാറി വെക്കാൻ വേണ്ടിയിട്ട് നല്ലോണം തിരിച്ചെത്തിച്ച് നോക്കിട്ടോ കുറേ. പക്ഷേ ആളി കത്തനുണ്ട് തിരിച്ചൊക്കെ, എന്നിട്ടും ചക്ക പൊരിയില്ല കേട്ടോ. എത്താപ്പം കാട്ടണത് ഇത് ഇച്ചേക്കും ആകുക, ഇതിന് നല്ല കൂട്ടാൻ വെച്ചാൽ മതി ഇനി നമ്മ അങ്ങനെ പറഞ്ഞും ചെയ്തിട്ടോ. പൊരിനോടത്തോളം പൊരിയട്ടെ വിചാരിച്ചായിട്ട് ഞാൻ പിന്നെയും കുറച്ച് കോരിട്ടായിട്ട് നല്ല ഒച്ചയ്ക്ക് പൊരിച്ചെടുത്തിട്ടോ. അതിൻ്റെ ഇടയിൽ നല്ലോണം പച്ച ആയിക്കണ ചക്ക കുറച്ചൊന്ന് ഞെരിഞ്ഞ് വന്നേനെ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ഊറ്റായിട്ടോ. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും കോരിയായിട്ട് മൂന്നാമത്തെ കോരിട്ട് എടുത്തിട്ടോ. ഇതെങ്കിലും നല്ലോണം പൊരിഞ്ഞ് വന്നാൽ മതി ഇനി ഇങ്ങനെ വിചാരിച്ചാട്ടോ ഓരോ ഇടലും ഞാനിടണത്. സാധാരണ നമ്മളടുത്ത് ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴത്തേക്കത്തെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇന്നിപ്പോൾ എന്തോ ഒരു തൊൽമ എവിടോ എന്നുണ്ട് കേട്ടോ. ഒരു പൊടിയോ 2 പൊടിയോ ചക്കയ്ക്ക് കോരിട്ടാട്ടേക്ക് കുറച്ച് ചേക്കത്തെ മഞ്ഞപ്പൊടിൻ്റെ വെള്ളം പാർന്ന് കൊടുക്കും കേട്ടോ. അപ്പം നോക്കുകയാണെങ്കിൽ നല്ലോണം പുകാളിങ്ങനെ വരുന്നത് ഇത് കണ്ടില്ല. ഇതാട്ടോ നമ്മൾ പൊരിച്ച ചക്ക കണ്ടില്ല, നിങ്ങളിങ്ങനെ ഒലിഞ്ഞ് നിൽക്കണേ ഒരു സാറില്ലാത്ത മാതിരി ഉറക്കം തൂക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ അതിലാകെ ഞെരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ 2-3 എണ്ണറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. 2-3 ഞെരിഞ്ഞ് വന്നത് കാണുമ്പോൾ നമുക്ക് പിന്നെ ഒരു പ്രചോദനമാണ് കേട്ടോ അടുത്ത കോരിടാൻ വേണ്ടിയിട്ട്. പക്ഷേ തിന്നാനൊക്കെ രസമുണ്ട് കേട്ടോ. ഞാൻ തിന്ന് നോക്കിയിട്ടൊക്കെ ഒരു പൗത്ത ചക്ക പൊരിച്ചൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, അതിൻ്റെ രസമാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പം ഇനി ഇത് ചേക്കത്തെ ഒരു ചക്ക പൊരി ആക്കട്ടോ. പൗത്ത ചക്കൻ്റെ പൊരി മോഡല്, പൗത്തതല്ല ഒരു ചനച്ച ചക്ക ഉണ്ടാവില്ല, ഒരു ഇടത്തരം ചക്ക, ആട്ടുമില്ല ഇങ്ങട്ടുമില്ല അറിഞ്ഞിരിക്കണ അതിൻ്റെ മോഡൽ ഇട്ടോ. അങ്ങനെ മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ കോരിടല് തീരെ ഞെരിഞ്ഞ് വരാതായിട്ടോ. ചക്ക എല്ലാം കൂടി അതിന് ഇങ്ങോട്ട് കൂട്ടാൻ വെച്ച മാതിരി ഇങ്ങോട്ട് ഒട്ടി പിടിച്ചിട്ടോ. ഇപ്പം അതിക്ക് കുറച്ച് വെള്ളം കൂടി പാർന്ന് തേങ്ങ കൊത്തൊക്കെ ഇട്ടാലും ആണെങ്കിൽ കൂട്ടാനായി വരും കേട്ടോ. പക്ഷേ നമുക്ക് നാളെ കൂട്ടാൻ ഉണ്ടാക്കാണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് ചക്ക എടുത്ത് വെച്ചിരുന്നല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ അത് കൂട്ടാനാക്കണ്ട കേട്ടോ. പൊരിന ഇതിയൊക്കെ പൊരിയട്ടെ, അത്രയൊക്കെ പൊരിഞ്ഞാൽ മതി. അതൊക്കെ തിന്ന് തന്നെ എന്തൊക്കെ ഇനി പെരുമയത്ത് നമ്മളിങ്ങനെ ക്രിസ്പി ആയിട്ട് കറുമുറ ചെല്ലി തിന്നണം എന്നൊക്കെ. കുറച്ച് പിന്നെ ഞാൻ അടുപ്പത്ത് കുത്തിരുന്നാട്ടത്തേക്ക് ഭാര്യ തിന്നിട്ടോ പച്ച തന്നെ. ഇതിപ്പോൾ ഈ പച്ച തിന്നുമ്പോൾ നമ്മൾ പൊരിച്ചതിൻ്റെലേറെ കറുമുറല്ലുണ്ട് കേട്ടോ. അത് സാരല്ല, ചിലവരുടെ ശരിയാവും ചിലവരുടെ ശരിയാവില്ല എന്നാണല്ലോ. അപ്പം ഇനിയിപ്പോൾ നമ്മളുടെ ശരിയായില്ലെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല. ചേക്ക് ഭാര്യ തിന്നാൻ നല്ല രസമുണ്ട് കേട്ടോ പച്ചക്ക് ഇങ്ങനെ. അങ്ങനെ ഒടുവണത്തെ കോരിടലും ഞാൻ കോരിട്ടിട്ടോ. അങ്ങോട്ട് നിർത്തി വെച്ചതിന് മതി വിചാരിച്ചിട്ടോ. ഇനിയിപ്പോൾ കയ്യൂലമാണെങ്കിൽ ഞാൻ എരിഞ്ഞൊക്കെ ബാക്കി കൂട്ടാൻ വെക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ ചീഞ്ചട്ടിയൊക്കെ തീമെന്ന് ഇറക്കി വെച്ചിട്ടോ. ചുടലും പൊരിച്ചലും ഒക്കെ കഴിഞ്ഞിട്ട് ചക്കക്കൊക്കെ ഒരു മാഞ്ഞാളം കൊഞ്ചലാണ് കേട്ടോ. അതിന് കുത്തിരിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവൻ അതിനോട് ചിലവാകും കേട്ടോ. അങ്ങനെ അടുപ്പത്ത് ബാക്കി ഉണ്ടായതിന് വെറുംകൊള്ളിയൊക്കെ ഇപ്പുറത്ത് അടുപ്പൊക്കെ എടുത്തിട്ടോ. എൻ്റെ ചോറെങ്കിലും നല്ല രീതിക്ക് ബേട്ട വിചാരിച്ച് അങ്ങനെ ഞാൻ പൊരിച്ച ചക്കയിൽ നിന്ന് കുറച്ച് ചക്ക കാരൊക്കെ കൊടുത്ത് തിന്നിട്ടോ. എങ്ങനെ ആയാലും ഇവിടെ ചിലവാകും കേട്ടോ. ചിലവാകാത്ത തിരക്കടൊന്നും ഉണ്ടാവില്ലേ. ബാക്കിയുള്ള കുറച്ചൊരു അടിബസിക്കാക്കിയിട്ട് ഞാൻ ഇച്ചേക്കൊക്കെ കുറേ മോഡൽ വീഡിയോസൊക്കെ എടുത്ത് നോക്കിട്ടോ. ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ, ഇച്ചേക്ക് ഒരു ഒലഞ്ഞിക്കണ ചക്കപ്പൊരിയായി പോയിട്ടോ. ശരിക്കും നമ്മൾ വിചാരിച്ചത് ആ മഴ ഇങ്ങനെ പെച്ചുമ്പം പുറത്ത് കുത്തിർന്നാട്ടിച്ചേക്ക് നല്ലോണം കറുമുറ ചെല്ലിയാട്ട് ആ കട്ടൻ ചായൻ്റെ വെപ്പം ഇങ്ങനെ കുടിച്ചണം നേഞ്ഞിട്ടോ. പക്ഷെ എത്താപ്പം കാട്ടുന്നത് ചക്കക്കൊക്കെ ഒരു മാഞ്ഞാളം കൊഞ്ചലായി പോയില്ലേ. ഇത് കണ്ടില്ല ഞങ്ങൾ കജ്ജി എടുക്കുമ്പോഴത്തേന് ഇച്ചേക്ക് ഇങ്ങനെ ആട്ടും കട്ടും ആടുകയാണ് ഇട്ടത്. ഏതായിട്ടും പൊരിച്ചില്ലേ, അവിടെ കുത്തിർന്ന് തിന്ന് തന്നെ കേട്ടോ. നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ ഒരു ചെറിയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇവിടെ ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ആ കറുമുറ അല്ലാത്തതിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ സൂപ്പറായിന് കേട്ടോ. അപ്പം നിങ്ങളും ആണെങ്കിൽ ചേക്കത്തെ ചനച്ച ചക്ക കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ. കുറച്ചൊരു പുളിയച്ച ചക്ക ഉണ്ടാവില്ലേ, അതിനോട് ചേക്ക് ഉണ്ടാക്കി നോക്കി രസമുണ്ടോ ഇല്ലേ നിങ്ങൾ പറയണേ. ഇനി ഇതിൻ്റെ അടി വന്നിട്ട് കുറേ ആൾക്കാർ ടോട്ടോ എന്നുള്ള കമൻറ്റ് അല്ലാത്തത്തെ കമൻറ്റ് ഇട്ടോളിട്ടോ. ഇച്ചിരി ടോട്ടോ കേട്ട് തയമ്പൊട്ടിയാണ്.